ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യേണ്ടത്, അതായത് കോളേജ് പാസ് ഔട്ട് ആയിട്ടുള്ളവർ ഇല്ലെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂന് തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒന്നും എടുക്കാണ്ടേ ഇരിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ എപ്പോഴും ടച്ചിലുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പുതിയതായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തും നിങ്ങൾക്ക് ക്വയറീസ് ഫീഡ്ബാക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഓക്കെ, നോർമലി ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുമല്ലോ, അതൊക്കെ ഒന്ന് വളർത്തിയെടുക്കേണ്ടതാണ്. പിന്നെ ഐ കോണ്ടാക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബോഡി ലാംഗ്വേജും ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ കമ്പനിയിൽ ഒന്ന് പോകുമ്പോൾ ഇല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ വേറെ ടൈപ്പ് ഓഫ് ഫീൽഡിൽ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസാണ്, പിന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജാണ്. ഓക്കെ, സോറി, തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബോഡി ലാംഗ്വേജ്, പിന്നെ ഐ കോണ്ടാക്റ്റ്. ഇൻ്റർവ്യൂവറിനെ കണ്ടിട്ട് ഇങ്ങനെ ഐ കോണ്ടാക്റ്റോട് കൂടി തന്നെയാണ് കോൺഫിഡൻ്റായിട്ടാണ് മിണ്ടേണ്ടത്. പിന്നെ ഇതിൽ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ലാംഗ്വേജാണ്. ഓക്കെ, നോർമലി ഏത് സ്റ്റേറ്റിലായാലും ശരി, അങ്ങനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊരു പ്ലേസിൽ പോയാലും ശരി, നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അപ്പം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ എന്ന് പോകുമ്പോൾ കമ്പനീസ് പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ് ഒരു ലാംഗ്വേജാണ്. ഓക്കെ, ചില ഇടത്തിൽ, അതായത് ചില സ്ഥലത്തിൽ BPO സെക്ഷൻ ആവാം, ഇല്ലെങ്കിൽ ഇനിയൊരിടത്ത ഒരു കമ്പനിയിലാവാം, ചിലപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അവർ പ്രിഫർ ചെയ്യുന്നതാണ്. അത് എങ്ങനെയൊക്കെയാണ് അറിയുന്നതെന്ന് ആ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ തന്നെ അവർ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് അത് കമ്പനീസിൽ ചില റൗണ്ട്സ് അവർ വെച്ചിട്ടുണ്ടാകും. അത് തന്നെ ഓരോരു കമ്പനി ഓരോരോ രീതിയിലായിരിക്കും ഇൻ്റർവ്യൂ പ്രോസസ്സായിട്ട് നടത്തുക. ഓക്കെ, പിന്നെ ഇതിലും ആസ് എ ബിഗിനറിന് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക ലാംഗ്വേജ്. ഓക്കെ, കോൺഫിഡൻ്റായി മിണ്ടാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വളർത്തേണ്ടത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ളത്, നിങ്ങൾ മിറർ നോക്കിയിട്ട് രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മിറർ നോക്കി മിണ്ടുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് നമ്മൾക്ക് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നോർമലി മിററിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരെ സ്ട്രെയിറ്റായി നോക്കിയിട്ട് മിണ്ടണം. എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ,
Hello, sir. Good morning. My name is Sandhya, and I'm here to showcase my. ഇങ്ങനെ പോസ് ചെയ്യാൻ പാടില്ല, ഓക്കെ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാം. മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ മിണ്ടുമ്പോൾ നടുവിൽ ഇങ്ങനെ ഗ്യാപ്സ് വരാൻ പാടില്ല. മിനിമം ഒരു 15-20 ഡേയ്സ് എന്ന് എടുത്താൽ രാവിലെ നേരത്തെ മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് 5 to 6 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നോർമലി ഒരു കമ്പനിയിൽ പോയാൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക എന്ന് വെച്ചാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിക്കും. പിന്നെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. പിന്നെ ടെൽ us അബൌട്ട് അവർ കമ്പനി എന്ന് ചോദിക്കും. വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി എന്ന് ചോദിക്കും. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിനെ പറ്റി പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എന്ന് ചോദിക്കുന്നതാണ് ഇൻ്റർവ്യൂവർ, ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ മിററുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിളായി ഞാൻ കാണിക്കാം. ഇപ്പോൾ മിറർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഹായ്, ഐ എം ഹേമ, ഐ എം HR of this company. Please tell about yourself എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അത് ഓപ്പോസിറ്റ് പേഴ്സൺ എങ്ങനെയാണ് ഉത്തരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഹലോ, ഗുഡ് മോർണിംഗ് മാഡം, ഐ എം സന്ധ്യ, I am from Delhi. I am here to introduce about myself. My name is Sandhya. I am from Delhi. I have studied BSc in computer science. I want to show my talents and want to grow with this company, and I look forward to get an opportunity to elaborate my skills and develop with the skills and improve and focus on my goals. Thank you, ma'am. ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഐ കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് കോൺഫിഡൻ്റായിട്ട് മിണ്ടുമ്പോൾ അവരൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂവറിനെ ഇംപ്രസ് ചെയ്യേണ്ടത്. പിന്നെ ചില കമ്പനിയിൽ എപ്പോഴും ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് ആവും. പിന്നെ ഇടുന്ന അറ്റയർ, ഡ്രസ്സിൻ്റെ ഒരു അറ്റയർ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ പൊതുവെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് മിററുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുക. അതൊന്ന്. പിന്നെ അടുത്തതായിട്ടുള്ളത് കമ്പനിയുടെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അറിയുന്നവർ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു ആൻസർ സ്കില്ല്, അതായത് പറയുന്നത്, റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടാക്ടിക്ക് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതാണ്, ഓക്കെ. അപ്പോൾ ക്വിക്കായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാനും ആൻസർ ചെയ്യാനും. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ വേണ്ട ചില ടിപ്സ് എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് വൊക്കാബുലറി വളർത്താം. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു കാപ്പബിലിറ്റി, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക്
ബുക്സ് വായിക്കാം, ന്യൂസ് പേപ്പർ വായിക്കാം, പിന്നെ സിനിമകൾ കാണാം, ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ട് കമ്മ്യൂണിക്കേഷൻ, അതായത് ഓരോരോ വേർഡ് എങ്ങനെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്, പിന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒന്ന് അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഏത് കമ്പനിയിൽ പോയാലും ഒരു ബേസിക്കായിട്ടുള്ള ഒരു സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഞാൻ ഇനി വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർമൽസ് ഇട്ടിട്ട് പിന്നെ ഒരു ഷൂ ഒക്കെ ആണ് ഉടുത്ത് പോവേണ്ടത്. പിന്നെ ഫോർ ബോയ്സ് എന്ന് വെച്ചാൽ ടൈ, ഒരു ഷർട്ട്, ഓക്കെ, ഷർട്ട്, ടൈ, ട്രൗസറൊക്കെ ആയിട്ട് സോക്സ് ആൻഡ് ഷൂസ്, ഇതൊക്കെയാണ് ഒരു ബേസിക്കായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയുടെ ഡ്രസ് കോഡാണെന്ന് പറയുന്നത്. പിന്നെ ഗ്രൂമിങ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഹെയർ ഒക്കെ നീറ്റായിട്ട് കൂംബ് ചെയ്തിട്ട് നീറ്റായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് നോക്കുക ഒരു കമ്പനിയിൽ കയറി ചെല്ലുമ്പോൾ, ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ അകത്തേക്ക് വിളിക്കുമ്പോൾ, അതായത് ഇൻ്റർവ്യൂ റൂമിലോട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർവ്യൂവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടുള്ള ഞാൻ കാര്യങ്ങളെടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണം, എനിക്ക് ഇനി മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് യു ക്യാൻ കമൻറ്റ് ഡൗൺ ഓൺ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും വേണ്ടത്, അതായത് ഡോക്യുമെൻറ്റ്, ഓക്കെ, കമ്പനിയിലത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തിട്ട് പോവുക. അതായത് നിങ്ങളുടെ റെസ്യൂമ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ചില ഇതിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും ചോദിക്കുന്നതാണ്. ഓക്കെ, ആധാർ കാർഡ്, പാൻ കാർഡാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇനി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചില കമ്പനിയിൽ വോട്ടർ ID, അഡ്രസ് പ്രൂഫായിട്ട് അവർ ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ എടുത്തിട്ട് ഒരു ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു ഫയലിൽ വേണം നിങ്ങൾക്ക് സൂക്ഷിച്ച് എടുത്തിട്ട് പോവേണ്ടതാണ്. റെസ്യൂം എന്ന് പറയുമ്പോൾ നീറ്റായിട്ട് ഉണ്ടാവണം, നീറ്റ് ആൻഡ് ക്ലീൻ, ടൈഡി, നല്ല ഇൻഫോർമേറ്റീവ്. ഇപ്പോൾ ഒരു റെസ്യൂം എടുത്ത് നോക്കിയാൽ ഒരു 5-10 മിനിറ്റിൽ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നത് പോലെ തന്നെ ഓൺ പോയിൻ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ആ റെസ്യൂമിൽ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആവുന്നതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, എത്ര ആവുന്നോ അത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.